رسول الأنبياء المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. السلام عليكم ورحمة الله وبركاته, my dear sisters. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആസ് എ മുസ്ലിംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന്. ഓക്കെ, അൺഅപ്പോളജറ്റിക്കലി മുസ്ലിം, അതായത് മുസ്ലിം ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇൻഷാ അല്ലാഹ്. ആരാണ് ഞാൻ? ഹു ആം ഐ? ലോകം എന്നെ കുറിച്ചിട്ട് പറയുന്നതോ അല്ലെങ്കിൽ അവർ എന്നെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതോ അതാണോ ഞാൻ? ഞാനൊരു മകളാണോ, ഭാര്യയാണോ, ഉമ്മയാണോ? ഞാൻ വെറും ഒരു പേരാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാനിത് പറയുമ്പം ആസ്ക് അവർസെൽവ്സ്, ഓക്കെ, ഞങ്ങൾ ഇതൊക്കെയാണോ എന്നത്. ഓക്കെ, ആളുകൾ വിളിക്കുന്ന ഒരു പേരാണോ ഞാൻ? എൻ്റെ പേർപ്പസ് എന്താണെന്ന് അറിയാതെ, ഒരു ലക്ഷ്യം ഇല്ലാതെ, ജസ്റ്റ് ഒരു പേര്, അതായത് ഒരു കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു പേര് മാത്രമാണോ ഞാൻ? അതാണോ ഞാൻ? എവരിബഡി ഹു സിറ്റിംഗ് ഹിയർ, അത് നമ്മൾ ആലോചിക്കുക, ഇതൊക്കെയാണോ നമ്മൾ എന്നുള്ളത്. പിന്നെന്താണ്? ആം ഐ ജസ്റ്റ് എ ഫേസ് ഓൺ ഇൻസ്റ്റഗ്രാം? ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു മുഖം മാത്രമാണോ ഞാൻ? അതായത് ഫിൽറ്റർ ചെയ്യപ്പെട്ട, എഡിറ്റ് ചെയ്യപ്പെട്ട, നല്ല രസത്തിൽ എന്താണ് നമ്മളുടെ മുഖമൊക്കെ ഒന്ന് ഷൈൻ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി, എല്ലാം ഫേക്ക്. എവറിത്തിങ് ഇസ് ഫേക്ക്, നത്തിങ് ഇസ് നാച്ചുറൽ. എല്ലാം ഫേക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ള, അതായത് ഒരു പുഞ്ചിരി തൂകി നല്ല ചിരിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഉള്ളിൽ വളരെയധികം എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന ആളാണോ ഞാൻ? അതാണോ ഞാൻ? ആം ഐ ജസ്റ്റ് എ ഫാഷൻ ട്രെൻഡ്? ഒരു ഫാഷൻ ട്രെൻഡാണോ ഞാൻ? ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അതിൽ ആ ഒരു സംഭവത്തിൽ ചേരാൻ ശ്രമിക്കുന്ന ആളാണോ നമ്മൾ? ഇതൊക്കെയാണോ ഞാൻ? ആണോ? ഒരിക്കലുമല്ല. നമ്മൾ ഇതൊന്നും അല്ല. നമ്മൾ ഇതിനേക്കാൾ കൂടുതലായ ഒരു സംഭവമാണ് ഞങ്ങൾ. ഒരു മുസ്ലിമയാണ്, ഒരു സ്ത്രീയാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത, ഖുർആൻ ഗൈഡൻസ് നൽകിയ, എന്താണ് പറയാം, ഹോണർഡ് ബൈ ഹയ, അതായത് ഹയ കൊണ്ട് ആദരിക്കപ്പെട്ടവളാണ്. എന്താണ് ഹയ? എന്താണ് ഹയ? എന്താണ് ആക്ച്വലി ഹയ? ലജ്ജ. ഇത് ഒരു ലജ്ജ മാത്രമല്ല. അതായത് ഹയ എന്ന് പറയുന്നത് ലജ്ജ മാത്രമല്ല, അത് വിനയമാണ്, അഭിമാനമാണ്, നമ്മളുടെ ഉള്ളിലുള്ള സൗന്ദര്യമാണ് ഹയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലജ്ജ. ഓക്കെ, ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നതല്ല ഹയ. ഹയ ശക്തിയാണ്. തെറ്റിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവമാണ് ഹയ. ഹയ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു കവചമാണ്. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നമ്മൾ ഇന്ന് കാണാത്തതും ഹയാണ്, അല്ലെ? എന്തെങ്കിലും ഒരു ഹയ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഈ ലോകത്ത്. എന്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഹയ ഇല്ലായ്മയാണ് നമ്മൾ കാണുന്നത്. ആർക്കും ഒരു ലജ്ജയില്ല. എന്തും ചെയ്യാം എന്നുള്ള ഒരു തന്റെ ഇടമാണ്. അതാണ്. അതേപോലെ എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പദവി ഉയർത്തുന്നതാണ് ഹയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലജ്ജയുണ്ട്. ആ ലജ്ജയാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ എന്തും ചെയ്യാൻ, എന്തിനും പോരുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല റബ്ബ് നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ സംഗതികൾ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ദി ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മൾ ആരെയാണ് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? സമൂഹം നമ്മളോട് പറയുന്നത് എന്താണ്? ബി ബോൾഡ്, ബി ഫാഷനബിൾ, ബി വിസിബിൾ, ബി ഫ്രീ എന്നൊക്കെ. അപ്പൊ അവരുദ്ദേശിക്കുന്നത്, അതായത് സമൂഹം ഉദ്ദേശിക്കുന്ന ബോൾഡ്നെസ് എന്താണ്? എല്ലാ ലിമിറ്റ്സും നമ്മൾ ക്രോസ് ചെയ്യാം. ഒന്നും തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. ആരും നമ്മളെ നിയന്ത്രിക്കരുത്. ഞാനാണ്, എല്ലാം എനിക്കാണ്, ഞാൻ പറയുന്നതാണ് ശരി. ദർ ആർ നോ റൂൾസ്. റൂൾസ് ഒന്നുമില്ല, ജസ്റ്റ് വൈബ്സ്. നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് റമദാൻ വൈബ്സ്. എന്തായിരുന്നു ദുബായിലുള്ള റമദാൻ വൈബ്? അപ്പൊ ഇന്ന് വൈബിന്റെ പിന്നിലെയാണ് എല്ലാവരും. ഓക്കെ, അതുപോലെ എന്താണ്? റൂൾസ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ. സാധാരണ എല്ലാവരും പറയുന്ന പോലെ റൂൾസ് എന്താണ്? അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സംഭവമാണ്. റൂൾസ് ആർ ദെയർ, ഇറ്റ്സ് ഓക്കെ. അതാണ്. ഇഷ്ടമുള്ളത് ചെയ്യാൻ, തോന്നിയ പോലെ ജീവിക്കാനും അല്ല നമ്മുടെ റബ്ബ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. സൂറ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദുഹാ
വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എന്താണ് പറയുന്നത്? തിൽക ഹുദൂദുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ പരിധികളാണ്. ഫലാ തഅതദൂഹ, അതിനെ നിങ്ങൾ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആരെങ്കിലും അതിനെ ലംഘിച്ചാൽ എന്താണ്? അവർ അതിക്രമകാരികളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ ഓരോ പരിധികൾ എന്താണ്? നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ളതല്ല, നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതാണ്. പിന്നീട് എന്താണ് നമ്മളോട് പറയുന്നത്? ബി ഫാഷനബിൾ. സൊസൈറ്റി പറയുന്നത് എന്താണ്? പുതിയ പുതിയ ട്രെൻഡ് ഫോളോ ചെയ്യും. ഇന്നിന്ന ആൾക്കാർ ഇന്നിന്ന ഡ്രസ്സ് ഇടുന്നുണ്ട്, അതിട്. ഓക്കെ, വസ്ത്രധാരണം സെലിബ്രിറ്റീസിനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, ഹയ സ്റ്റൈലിന് വേണ്ടിയിട്ട് എന്താണ്? കോംപ്രമൈസ് ചെയ്യാം. ഹയ വേണ്ട, സ്റ്റൈല്, അതാണ് ഇന്നത്തെ ട്രെൻഡ്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? തൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്താണ്? ബ്രാൻഡ്സ് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ബ്രാൻഡ് വാങ്ങി ഉപയോഗിക്കുന്നത് ഒരു സിന്നൊന്നും അല്ല. ആളുകൾക്ക് പറ്റുന്നവരെ ഉപയോഗിച്ചോട്ടെ. സിൻ എപ്പോഴാണ് ആകുന്നത്? ഷോ ഓഫ് ആകും. ഞാനിന്ന് ലൂയി വിറ്റന്റെ ബാഗ് എടുത്തിട്ടുണ്ട്, ജിമ്മി ചൂന്റെ ചെരുപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ അതുകൊണ്ട് നടക്കുമ്പോൾ അവരാൾക്കാർ നോക്കുമല്ലോ ചെരുപ്പ്. അപ്പൊ അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ സിൻ. ഷോ ഓഫ് നമുക്ക് പാടില്ല എന്നാണ്. അപ്പോഴാണ് അത് തെറ്റാകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അതൊക്കെ തന്നെയാണ്. അതായത് ട്രെൻഡ് എന്താണ്? ഓരോ ബ്രാൻഡ് ആൾക്കാർ ഉപയോഗിക്കുക, അത് ആളുകളെ കാണിക്കുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആളുകൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ഒരിക്കലും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് നല്ല വസ്ത്രം ധരിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംതിങ് അവർ കണ്ടുപിടിക്കും. ആദ്യം അവർ സോ ബ്യൂട്ടിഫുൾ, യു ആർ ലുക്കിംഗ് സോ ഓസം എന്നൊക്കെ പറയും. പക്ഷെ എന്താണ്? ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്താ പറയാ? നടത്തം തീരെ ശരിയായിട്ടില്ല. ഈ കളറിന് പകരം മറ്റേ കളറായിരുന്നു കുറച്ചും കൂടി നല്ലത്. ആ വസ്ത്രം തീരെ ശരിയില്ല. പക്ഷെ നമ്മള് മുമ്പിൽ നിന്ന് എന്താ പറയാ? വാവ്, അങ്ങനെയാ പറയാം. പക്ഷെ ഇൻ റിയാലിറ്റി എന്താണ്? നമുക്ക് ഒരിക്കലും മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയേയില്ല. അതാണ് ഇത്. ഈ ഒരു സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയമാണ് വേസ്റ്റ് ആക്കുന്നത് കൂടി നമ്മൾ ആലോചിക്കണം. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് ഒരുപാട് സമയമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, അല്ലെ? ചെറിയ പ്രൈസിന് എന്തെങ്കിലും തന്ന അത് പെട്ട് കഴിഞ്ഞാൽ ഇവളെന്താ പറയാ? പ്രൈസ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള സാധനം വേണം. പക്ഷെ നമ്മളടുത്ത് ഉണ്ടെങ്കിലേ നമ്മളത് ചെലവാക്കേണ്ടത്. അല്ലാണ്ട് ആളുകളെ കാണിക്കാൻ ചെലവാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനോ അതിൽ നിന്ന്? അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര മാത്രം സമയം അതിനെ ചെലവഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, എന്താണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നത്? സൂറ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ആദം സന്തതികളെ എല്ലാ ആരാധനയിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളെ അണിയുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്? എന്താണ്? വൃത്തിയും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. അല്ലാണ്ട് ഈങ്ങിച്ചടിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് എന്താണ്? അങ്ങനെയല്ല പറയുന്നത്. നമ്മളോട് എക്സ്ട്രാ വാഗൻസ് പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ്? കീറി പറഞ്ഞ ഡ്രസ്സോ മുഷിഞ്ഞ ഡ്രസ്സോ ഇടാനല്ല അവർ പറയുന്നത്. അള്ളാഹു നമ്മളോട് ഉപദേശിക്കുന്നത് അതല്ല. വളരെ വൃത്തിയില് സൂക്ഷ്മതയില് നമ്മൾ ഡ്രസ് ചെയ്യാം. ഓക്കെ, അതാണ്. അപ്പൊ ആ ഒരു വസ്ത്രധാരണം എന്താണ്? നമ്മൾ ഒരിക്കലും നമ്മുടെ ഹയെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കരുത് എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ നമ്മളുടെ വേഷവിധാനം കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്. ആളുകളെ ഒരിക്കലും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? നമ്മുടെ വസ്ത്രധാരണം ഉണ്ടായിരിക്കരുത് എന്നാണ്. അപ്പൊ എന്താണ്? ഐ ചൂസ് മോഡസ്റ്റി, എലഗൻസ്, ഡിഗ്നിറ്റി, നോട്ട് എക്സ്പോഷർ. അതായത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് പറയുന്നു? സമൂഹം പറയുന്നു ബി വിസിബിൾ. നിങ്ങളായിരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ. എല്ലാവരും നിങ്ങളെ കാണണം. ഓക്കെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാം എന്താണ് പറയുന്നത്? ആളുകൾ എന്നെ അറിയേണ്ടത് എങ്ങനെയാണ്? എൻ്റെ നല്ല സ്വഭാവത്തിലൂടെ, മാനേഴ്സിലൂടെ, എൻ്റെ സൂക്ഷ്മത പുലർത്തുന്ന എന്താണ് സ്വഭാവത്തിലായിരിക്കണം എന്നെ ആൾക്കാർ അറിയേണ്ടത്. ആസ് എ മുസ്ലിമ എന്നെ അറിയേണ്ടത് എങ്ങനെയാണ്? തഖ്വയുള്ളവളായിരിക്കണം. ഓക്കെ, അവളുടെ സംസാരം എല്ലാം എന്താണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. അങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം. ഒരു മടിയും കൂടാതെ നമുക്ക് പറയണം എന്താണ്? ഐ ആം എ മുസ്ലിമ എന്നുള്ളത്. ഓക്കെ, അതേപോലെ എന്താണ്? എല്ലാവരും നമ്മളെ അറിയണമെന്നില്ല. അള്ളാഹു അറിഞ്ഞാൽ മതി. അവന്റെ ബുക്കിലാണ് നമ്മൾ എന്താണ് ശരിക്കും നല്ല ഒരു സ്ത്രീ ആയിട്ടിരിക്കണം. പിന്നെന്താണ് സമൂഹം പറയുന്നത്? ബി ഫ്രീ. നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രാധാന്യം കൊടുക്കുക.
മതം ഒന്നിനും തടസ്സമായിരിക്കരുത്. ഈ ഫ്രീഡം ഒക്കെ നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? നമ്മളൊക്കെ നമ്മുടെ നഫ്സിന്റെ അടിമയായി പോകുകയാണ്. അതായത് നമ്മളെ അഡിക്ഷൻ എന്താണ്? പുതിയ ട്രെൻഡ്, ആളുകളുടെ സ്തുതി കേൾക്കല്. ഇപ്പൊ നമ്മളെ കൊണ്ട് നല്ലത് നല്ലത് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ കൊണ്ട് നല്ലത് പറയാൻ. പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മളുടെ ഫോക്കസ്. അതാണ്. അപ്പൊ നമ്മളുടെ എന്താണ് പ്രശ്നം? ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പം ആസ് എ മുസ്ലിം എന്താണ് നമ്മളുടെ ഫ്രീഡം? ഡിസയേഴ്സിൽ നിന്ന്, ആളുകളുടെ തൃപ്തി നോക്കി പോകുന്നതിൽ നിന്ന് ഫ്രീ ആകാം. അതായത് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അത് തന്നെയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഫ്രീഡം. ഓക്കെ, അതാണ്. നമ്മുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് ആരാണ്? ആളുകളല്ല നിർണ്ണയിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത്. അതായത് എന്റെ വസ്ത്രധാരണം അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കണം, നോട്ട് ഫോർ ദ പീപ്പിൾ. അതാണ്. എവറിത്തിങ് ഷുഡ് ബി ഫോർ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ്. എന്റെ സംസാരം, ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും എന്താണ്? ആളുകൾ ഹാ വാ പറയാൻ, എന്താണ് മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സോ ബ്യൂട്ടിഫുൾ. പക്ഷെ നമ്മൾ ഈ പറയുന്നത് അള്ളാഹുവിന് തൃപ്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എവ്രി മുസ്ലിം എന്താണ്? സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, പിന്നെന്താണ്? നമ്മള് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം എന്താണ്? സത്യവും നീതിയും ഉള്ളതായിരിക്കണം. തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ ആണ് ശരിക്കും നമ്മൾ സ്വതന്ത്രയാവുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കരം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ആ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് ആണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ നല്ലൊരു ക്രൗഡില്, അതായത് ഒരു അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു ക്രൗഡിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വി ഫീൽ ഗുഡ് അല്ലെ? നല്ലൊരു ഫീലാണ് നമുക്ക്. നേരെ മറിച്ച് നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് 2 വർത്താനം അവിടെ പറഞ്ഞ് 3 വർത്താനം ഇവിടെ പറഞ്ഞ് ആരൊക്കെയോ കളിയാക്കി അതിനെ നമ്മളോട് ചിരിച്ചു പോയി. ഓക്കെ, നമ്മൾ വീട്ടിൽ പോകും. വീട്ടിൽ പോയിക്കാൻ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും. സമാധാനം വേണ്ടിയിരുന്നില്ല, കുറച്ച് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ നമ്മളുടെ ആ ഒരു ചൊറിയുന്നൊരു നഫ്സ് ഉണ്ടല്ലോ, അതിനിഷ്ടം ഇതൊക്കെയാണ്. അതായത് ആളുകൾ പറയുന്നത് കേൾക്കുക, രണ്ട് ചിരിക്കുക, അതൊക്കെ. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇത്തരം ഒരു ക്രൗഡിൽ കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം വെരി ഡിഫറെന്റ് ആണ്. ഭയങ്കര കാമിങ് ആണ്. നമുക്ക് വീണ്ടും അവരുമായിട്ട് കൂടാനുള്ളൊരു പൂതിയാണ് ഉണ്ടാവുക. അതാണ്. പിന്നെന്താണ്? ഞാൻ ഹിജാബ് ധരിക്കുമ്പോൾ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ ആണ് ഞാൻ ശരിക്കും സ്വതന്ത്രയാവുന്നത്. ഓക്കെ, എന്തും ചെയ്യാം എന്നുള്ളതിലല്ല സ്വാതന്ത്ര്യം. അള്ളാഹുവിനോടുള്ള അനുസരണത്തിലാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, സോഷ്യൽ മീഡിയ ട്രാപ്പ്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ? നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. എന്താണ് സോഷ്യൽ മീഡിയ ട്രാപ്പ്? ഇതൊരു ഫിത്തനയാണ് ആക്ച്വലി സ്പീക്കിംഗ്. ഇവൻ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ശത്രുവാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് കില്ലിങ് അസ്. എന്താണ് ആ സംഭവം? നമ്മളുടെ കൈകളിലുണ്ട്, എല്ലാവരുടെയും കൈകളിലുണ്ട് ആ സംഭവം. എന്താണ് ആ സംഭവം? മൊബൈൽ ഫോണാണ് എന്ന് നമ്മുടെ കൂടെയുണ്ട്. എന്തോ ഒരു വശീകരണ വസ്തുവിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നതാണ് അല്ലെ? ആ ഫോണും കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നു, നമ്മൾ തുറക്കുന്നു, സ്ക്രോളിങ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കമ്പയറിങ്. നമ്മൾ കാണുന്ന സംഗതിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, പിന്നെ നമ്മൾ കോപ്പി ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് എന്താണ്? ഹറാം ഇസ് നോർമൽ, ഹറാം ഇസ് ഓക്കെ, മോഡസ്റ്റി ഓൾഡ് ഫാഷൻഡ് ആണ്, ഹയ വീക്ക്നെസ് ആണ്, ഇസ്ലാം ബോറിംഗ് ആണ്, സിൻ ഇസ് ഫൺ. അതാണ് ഹറാം ഇസ് നോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്? റബ്ബ് ഹറാമാക്കിയതെല്ലാം നോർമലാണ്. ഇന്ന് നമ്മൾ ഈ ലോകം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമലാണ് അല്ലെ? ഹറാമായിട്ട് ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒന്നിനെയും ഹറാമായിട്ട് കാണുന്നില്ല. എല്ലാത്തിനെയും എന്താണ് പറയുന്നത്? അത് വ്യക്തിപരമായ ഒരു ചോയ്സ് ആണെന്ന്. എന്ത് ചോയ്സ്? അപ്പൊ അതിൽ ഹറാമൊന്നും വരുന്നില്ല. അള്ളാഹു പറയുന്ന സംഗതിയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് ദിസ് ഇസ് മൈ ചോയ്സ്, ഇതാണ് എനിക്കിഷ്ടം. അപ്പൊ മ്യൂസിക്, സിന, ഗോസിപ്പ്, കളവ് പറയല്, ഇതൊക്കെ എന്താണ്? ഇന്ന് നോർമലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലെ? ഇന്ന് എന്താണ് സിന എന്ന് പറയുമ്പോൾ? സിന വേറേത്,
ആണാണ്, പെണ്ണ് പെണ്ണ്, അങ്ങനത്തെ സ്വവർഗരതികളൊക്കെ എന്താണ് ഇപ്പൊ പറയുന്നത്? ഇറ്റ്സ് അവർ ചോയ്സ്. നിങ്ങൾ ഈ പറയുന്ന റബ്ബ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് മൈ ചോയ്സ് എന്നാണ്. പക്ഷെ കുറേ എന്താണ് ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ നിൽക്കും. അവര് സ്ട്രെയിറ്റ് ഒക്കെയാണ്. ഇന്ന് അങ്ങനൊക്കെ വേർഡ് ഉണ്ട്, സ്ട്രെയിറ്റ്. എന്താ പറയാ, പല തരത്തിലാണ് ആൾക്കാരല്ലേ. അതാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഇതൊന്നുമല്ല പടച്ചവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അള്ളാഹു നമ്മളെ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത് തന്നെ എന്താണ്, അവനെ ഇബാദത്ത് ചെയ്യാനും അവനെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് മൊത്തം എനിക്ക് എവിടെ നിന്നൊക്കെ സന്തോഷം കിട്ടും, എനിക്ക് എവിടെ ഒക്കെ എൻജോയ് ചെയ്യാം, അതൊക്കെയാണ് നമ്മളുടെ ഒരു ഫോക്കസ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഹറാം ഇസ് നോട്ട് എ ചോയ്സ്. അതൊരു ചോയ്സ് അല്ല, അത് അനുസരണക്കേടാണ്. എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അതായത് ഒരുപാട് ജനങ്ങൾ ഹറാം ചെയ്യുന്നുണ്ട്, അപ്പൊ ഇറ്റ് ഇസ് ഓക്കെ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. 100 പേരും തെറ്റ് ചെയ്താലും എന്താണ്, ദാറ്റ് ഇസ് റോങ്. ഹറാമസ് ഹറാമ തന്നെയാണ്. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്, മോഡസ്റ്റി ഈസ് ഓൾഡ് ഫാഷൻ അല്ലെ, അടക്കം ഒതുക്കം ഒക്കെ ഓൾഡ് ഫാഷൻഡ് ആണെന്നാണ്. എന്ത് പറഞ്ഞു, നമ്മളെ ആൾക്കാർ നമ്മളോട് പറയും, നിങ്ങളൊക്കെ ചെറുപ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം, നോ പ്രോബ്ലം. ഇനി വർഷം എത്ര കിടക്കുന്നല്ലേ അങ്ങോട്ട് പോകാൻ, എത്ര ആയുസ്, ആർക്കറിയാം ആയുസ്. ഇന്ന് നമ്മൾ ഇവിടെ എണീറ്റ് പോകുന്ന ആർക്കറിയാം, വി ഡോണ്ട് നോ. ആയുസ് നമുക്ക് പറയാനും പറ്റില്ല. ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുകയാണ് പല സംഗതികളും, നമുക്ക് അത് ഒരു ഗ്യാരണ്ടി ഇല്ല. പണ്ട് വിവരമില്ല, ഇന്ന് കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു 0 പോയിന്റ് വിവരം വെച്ചിട്ട് നമുക്കറിയാം എന്താണ് ആയുസ്. നത്തിങ് ഇസ് ഗ്യാരണ്ടീഡ്. ഈ ദുനിയാവിൽ ഒന്നും ഗ്യാരണ്ടീഡ് അല്ല. അതാണ്. അപ്പൊ എന്താണ് ആൾക്കാർ പറയാം, എന്തിനാണ് ഈ ഓൾഡ് ഫാഷൻഡ് ആയിട്ട് നടക്കുന്നത്? ഇപ്പൊ ആൾക്കാരെ കാണുന്നില്ല, എന്ത് രസമായിട്ട് അവർ നടക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ അടക്കം ഒതുക്കമൊക്കെ ഇതായിട്ട് നടക്കുന്നത്? പക്ഷെ നമ്മുടെ ദീന് നമ്മളോട് എന്താണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണ് പറയുന്നത്? സത്യവിശ്വാസികളോട് പറയാൻ എന്താണ്, അവൻ ദൃഷ്ടി താഴ്ത്താനും മോഡസ്റ്റിയെ സംരക്ഷിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതാണ്. വേറെന്താണ് നമ്മളോട് പറയുന്നത്? സോഷ്യൽ മീഡിയ ഹയാ ഈസ് വീക്ക്നെസ്. ഇതൊക്കെ ദൗർബല്യമാണ്. അതായത് ലജ്ജയൊക്കെ ദൗർബല്യമാണ്. സ്പീക്ക് അപ്പ്, ബി ബോൾഡ്. അതാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഹയ ഒരു കവചമാണ് എന്നുള്ളത്. ഭയമുള്ള ആൾക്കാരെ തന്നെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നമ്മൾ വിചാരിക്കണം ഭയങ്കര ഫോർവേഡ് ആയിട്ട് എന്താണ്, ഭയങ്കര ഫ്ലാഷി ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാരെയാണ് അള്ളാഹു ഇഷ്ടമെന്ന്. ഒരിക്കലുമല്ല. ഓക്കെ, വേറെന്ത് പറയുന്നു, ഇസ്ലാം ഇസ് ബോറിംഗ്. ഇതെത്ര റൂൾസ് ആണ് മറിച്ചോനെ ഇസ്ലാമില്. ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ഈ ഡ്രസ് ഇടാൻ പാടില്ല, ആ ഡ്രസ് ഇടാൻ പാടില്ല, ഒരു കുറച്ച് മുടി കാണിച്ചാൽ എന്താ ഇപ്പൊ ഒരു പ്രശ്നം, ഞാൻ എന്നെ ശ്രദ്ധിച്ചാൽ പോരെ എന്നൊക്കെയാണ്. ഇത് ഇങ്ങനെയൊക്കെ കുറെ റൂൾസ് ഉണ്ടാകുന്ന നമുക്ക് ഒരു ജോലി അടിക്കാൻ പറ്റുമോ, ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് സൊറ പറയാൻ പറ്റുമോ? നമുക്ക് പറയാം, നമ്മൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും ഇറ്റ്സ് ഫൺ ആക്ച്വലി. എല്ലാം ഒരാളെ കുറ്റം പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് സന്തോഷവും സമാധാനം കിട്ടുന്നത്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക. അതാണ്. അപ്പൊ ഇതൊക്കെ എന്താ, നമ്മൾക്ക് ചില സമയത്ത് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് അല്ലെ, ഈ ആളുകളോടുള്ള കുശലം പറിച്ചാല്. പിന്നെ അത് വഴിതെറ്റി എവിടെയാ പോകുന്നത് നമുക്കറിയില്ല, പക്ഷെ വി ആർ എൻജോയിങ് ആക്ച്വലി. പക്ഷെ ഈ എൻജോയ്മെന്റ് ഒക്കെ എന്താണ്, നമ്മളുടെ ഈമാനിന്റെ മേലിൽ ഒരു കുത്തുവേലാണ്. ഓക്കെ, നമുക്ക് ഈമാൻ നൽകുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ സമാധാനം. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ് എന്ത് സോഷ്യൽ മീഡിയ പറയുന്നു, സിൻ ഇസ് ഫൺ. എന്തും ചെയ്തു, എൻജോയ് എൻജോയ്, ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. ഇപ്പൊ എത്ര ആൾക്കാർ നീ കാണുന്നുണ്ട്, ഇവരൊക്കെ ഇപ്പൊ ഈ ഖുർആനിൽ പറഞ്ഞ പോലെ നടക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് ഓക്കെ, അല്ലാഹു ഗഫൂർ റഹീം, വി വിൽ ഫൊർഗിവ് യു. ലാസ്റ്റ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ കുറെ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. അതാണ്. അപ്പൊ നമ്മൾ ഓർക്കണം എന്താണ്, ഓരോ കർമ്മത്തിനും അതിന്റെ പ്രതിഫലം. എവ്രി ഡീഡ് നമ്മൾ ചെയ്യുന്നതിനും എല്ലാത്തിനും അതിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണ്. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ അതൃപ്തി നേടുന്നത്? ഇപ്പൊ വാട്ട് റീസൺ, അതിനെ കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുക? നമുക്കറിയാം നമ്മുടെ ഫൈനൽ അബോർഡ് എവിടെയാണ്. അപ്പൊ അതിനെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുക. അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്താണ് ഒരു ട്രാപ്പായിട്ട് മാറുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ നമ്മളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ്? കണക്ഷൻ, കണക്ട് വിത്ത് പീപ്പിൾ, ഫെയിം, ഫ്രീഡം, ഇതൊക്കെ സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. അപ്പൊ കണക്ഷൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കണക്ഷനും അല്ല ചെയ്യുന്നത്. നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഇവരെങ്ങനെയാണ്, അവരെങ്ങനെയാണ്, ഇവളുടെ അടുത്തുള്ള സംഗതികൾ എൻ്റെ അടുത്തുണ്ടോ, അപ്പൊ ഒരു കമ്പാരിസൺ വന്നു അവിടെ. ഓക്കെ, അപ്പൊ അതിൽ കാണുന്ന ആൾക്കാരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നു. പിന്നെ ഫെയിം, പ്രസിദ്ധി, അതെന്താണ്, എന്തെങ്കിലും നോൺസെൻസ് പോസ്റ്റ് ചെയ്തോ എന്നിട്ട് 2-3 ആൾക്കാർ അതിന് എന്താണ് ഹാ വാ എന്ന് പറയുമ്പോൾ അതെന്താണ് വൈറലായി. പിന്നീട് യു ആർ വെരി ഫേമസ്, യു ആർ ഗെറ്റിംഗ് ഫേമസ്. സ്വാതന്ത്ര്യം എന്താണ്? അതേപോലെ തന്നെ എന്താണ് സ്വാതന്ത്ര്യം? നമ്മൾ
എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഡു വാട്ട് എവർ യു വാണ്ട്. എന്താണ് നിന്നെ പിടിച്ചു വെക്കുന്നത്? ഡു എവറിത്തിങ് വാട്ട് എവർ യു വാണ്ട്. അതാണ് ഈ സംഗതികളൊക്കെ നമ്മളെ ശരിക്കും അടിമകളാക്കുക ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ. എന്തിന്റെ അടിമകള്? ലൈക്സിന്റെ അടിമകള്. നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് എത്ര ആള് കണ്ടു, എത്ര ലൈക്സ് കിട്ടി, അതാണ് നമ്മളുടെ ഫോക്കസ്. എത്ര വ്യൂസ്, എന്താണ് ഈസി ട്രെൻഡിങ്, അതൊക്കെ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതൊക്കെയാണ്. അപ്പൊ നമ്മളുടെ ഫുൾ ഫോക്കസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് അതോടുകൂടി ചെയ്യുന്നത്. 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ആ ഫോൺ എടുത്ത് കൈ പിടിക്കുക അല്ലെ. വെറുതെ ഇരിക്കുമ്പോൾ പണിയൊക്കെ തീർത്ത് വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ 5 മിനിറ്റ് 5 മിനിറ്റ് മാത്രം, അതൊക്കെ നമ്മൾ പറഞ്ഞ് ഫോൺ കയ്യിലെടുക്കും. പിന്നെന്താ സംഭവിക്കുക? മണിക്കൂറുകളോളം നമ്മൾ അതിൽ തോണ്ടിയിരിക്കും അല്ലെ. സ്ക്രോളിങ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല എന്തൊക്കെ ഇമോഷൻ സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഫോൺ എടുക്കുക, ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മൾ പോകുമ്പോൾ ഏതൊക്കെ ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി നമുക്കൊന്നിനും ഒരു ശ്രദ്ധ കൊടുക്കാനും പറ്റുന്നില്ല. ഈ റീൽസ് ഒക്കെ 5 മിനിറ്റ്സ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ല, അപ്പൊ നമ്മളത് ഓക്കെ അതുകൊണ്ട് അത് വേറെ വന്ന് അതുമില്ല. ഇപ്പം നമുക്കൊക്കെ എന്താണ് ഈ ശ്രദ്ധ കുറഞ്ഞ്, അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ഇനി ആരെങ്കിലും നമുക്കൊരു വോയിസ് നോട്ട് അയച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, മേ ബി ദാറ്റ് ഇസ് ഫോർ മോർ ദാൻ 2 മിനിറ്റ്സ്. അടച്ചോനെ, ഇതെപ്പം കേൾക്കും, എങ്ങനെ കേൾക്കും? ഡബിൾ സ്പീഡ് ഇട്ടിട്ടാണ് നമ്മൾ കേൾക്കുക. അപ്പൊ അതങ്ങനെ കേട്ടുപോയി. എന്ത് നമ്മളുടെ ഇതിൽ കയറിയില്ല എന്നും നമുക്കറിയില്ല. നമുക്ക് ഒന്നിനും നേരില്ല, വി ആർ സോ ബിസി. പക്ഷെ തോണ്ടാൻ കുറേ ടൈം ഉണ്ട്. തോണ്ടിയിരിക്കുക. എത്ര ടൈമാണ് നമ്മൾ ആക്ച്വലി വേസ്റ്റ് ചെയ്യുന്നത് ശരിക്കും. ഞാനും ഒക്കെ അങ്ങനെ തന്നെ, ഒക്കെ അതിൽ പെട്ടതന്നെ. ഇതൊക്കെ എനിക്കും കൂടിയുള്ള റിമൈൻഡർ ആണ്. നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോണ്ടി പോകും. മറിച്ചവന് എത്ര സമയമായി നമ്മൾ ആലോചിക്കുക. കാരണം ആലോചിച്ചപ്പോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടത്? ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ കണ്ടു. അതാണ് ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ട്രാപ്പ്. ഇതൊക്കെ ശരിക്കും ഒരു ട്രാപ്പാണ്, ശൈത്താന്റെ ഒരു ട്രാപ്പാണ് ഇതൊക്കെ. അപ്പൊ ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടൈം വേസ്റ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്? 2 അനുഗ്രഹങ്ങളാണ് പലരും വേസ്റ്റ് ആക്കുന്നത്. ഒന്ന് ഹെൽത്തും ടൈം. അതാണ്, രണ്ടുമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. വലിച്ചു വാരി എന്താ കിട്ടിയ ഫ്യൂഷൻ ഫുഡൊക്കെ നമ്മളെ വലിച്ചു വാരി തിന്നും. വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ തോണ്ടി സമയം കളയും. അതാണ്. പിന്നെ എന്താണ്? നമ്മുടെ ഐസ് ആർ പൊല്യൂട്ടഡ്. ഈ കാണുന്ന തോന്നിയാസങ്ങൾ ദൃഷ്ടി എന്താണ്? അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. ഹറാമ് കാണുന്നു, വൾഗർ ജോക്സ് കേൾക്കുന്നു, കാണുന്നു, ഗോസിപ്പ് കാണുന്നു, കുറെ സ്റ്റാർസിനെ പറ്റിയിട്ടൊക്കെ. എന്താ ഇവിടെ സംഭവിച്ചത്? അത് നമ്മൾ നോക്കൂ. ആക്ച്വലി എന്താണ് അത്? ഗോസിപ്പാണ്. ഈ ഗോസിപ്പാണ് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മളുടെ കണ്ണിനെയും ചെവിയെയും ഒക്കെ എന്താണ്? പൊല്യൂട്ടാ ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ ഹയ, ദാറ്റ് ഈസ് ഓൾസോ ഡിസ്ട്രോയിഡ്. അതൊക്കെ ഡിസ്ട്രോയിഡ് ആണ്. ലജ്ജ ഇല്ലാണ്ടാകും. നമുക്കിപ്പോ എന്ത് ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു കുറവാകുന്നില്ല അല്ലെ. പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആണും പെണ്ണും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാം സ്ഥലം വിടും. ഇപ്പൊ അതിൽ കൂടുതൽ കണ്ടാലും നമുക്ക് എന്തോ ഏതോ. അത് കണ്ടിട്ടൊന്നും നമുക്ക് ഒരു ലജ്ജയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെയാണ്. ഈവൻ എന്താണ് ഒരു ആഡ്, ഇപ്പൊ ന്യൂസ് ആണ്, ഒരു സിനിമ ഒന്നും ആരും കാണുന്നില്ല. നമ്മളൊരു ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, എന്താണ് അതിന്റെ ബ്രേക്കിലൊക്കെ വരുന്നത്? എല്ലാം നോൺസെൻസ് ആണ് വരുന്നത്. ഒരു കാറിന്റെ പരസ്യത്തിൽ എന്തിനാണ് ഒരു സ്ത്രീ തുണിയും കഴിച്ചിട്ടിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ലജ്ജ ഉണ്ട് എവിടെയെങ്കിലും, ഭയമില്ല എവിടെയും. അപ്പൊ അതൊക്കെ നമുക്കും അത് നോർമലായി. ഇപ്പൊ നമ്മളുടെ കുട്ടികളും മര്യാദത്തിരുന്നിട്ട് ഇത് കാണുന്നു. അപ്പൊ നമുക്ക് അവരോട് പറയാൻ തന്നെ തോന്നൂല. അതായത് എവറി ഡേ നമ്മൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹയ എന്ന് പറയുന്ന സംഭവം സ്ലോലി എന്താണ്? എല്ലാ വീട്ടിൽ നിന്നും, എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മളുടെ നെഫ്സ് ഭയങ്കര ഗ്രീഡി ആയി പോകണം. പുതിയ കുറെ ട്രെൻഡ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ കോപ്പി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഇവരെന്ത് ചെയ്തു, ഇവരെന്താണ് പറയുന്നത്, പുതിയ ട്രെൻഡിങ് എന്താണ്, അപ്പൊ അത് നമ്മൾ ഇടുക. എന്നിട്ട് നമ്മളൊരു പാർട്ടിക്ക് പോകുക, അത് ഷോ ഓഫ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഷോ ഓഫ് ആണ് ആക്ച്വലി. നമ്മുടെ മനസ്സിൽ പറയാ അതൊന്നും അല്ലത്, എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ. പക്ഷെ അല്ല, നമ്മളുടെ ഇൻസൈഡ്, ഉള്ളിന്റെ ഉള്ളില് എവിടെയോ ഉണ്ടത്. ആളുകൾ കാണണം, ആളുകൾ നല്ലത് പറയണം എന്നുള്ളൊരു സംഭവം. അതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മൾ അറിയാതെ കമ്പാരിസൺ തുടങ്ങും. അതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ആസ് എ മുസ്ലിമ നമ്മളെ ബാധിക്കുന്നത്? എന്താണ്? എല്ലാവരും എന്നെ കാണണം,
എനിക്ക് കുറെ ലൈക്സ് കിട്ടണം, നമ്മുടെ ജീവിതവുമായിട്ട് റീൽസുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തും, അല്ലെ, കമ്പയർ ചെയ്യും. അപ്പൊ എന്താണ്, നമുക്കറിയാം അവർ കാണിക്കുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളത്. നമ്മൾ കാണുന്ന ഒരു ഫാമിലി എന്താണ് ഭയങ്കര വീടോവി, അല്ലെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കര ഇരുന്ന് ഗർഭം ഉണ്ടെങ്കിൽ അതിനൊന്ന് തൊട്ട് തടവി, ഇതൊക്കെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട സംഗതിയാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, അല്ലെ, സംഭവങ്ങളൊക്കെ. അപ്പൊ എന്താണ്, ഇതൊക്കെ നമ്മൾ കാണുന്ന ഹസ്ബൻഡ് ഭയങ്കര സ്നേഹം, ഭയങ്കര ഫാമിലി. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മുടെ കെട്ടിയവൻ മാറുന്നു, അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പൊ ആ കമ്പാരിസൺ അവിടെ വരും. അപ്പൊ നമ്മൾ ഏതോ പെണ്ണിനിതാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഗതിയൊക്കെ കിട്ടിപ്പോകുന്നു. അപ്പൊ നമുക്ക് മാപ്പിളാരെ കാണുമ്പോൾ കുറച്ചൊരു ദേഷ്യം വരും, അല്ല, ഇയാളെന്ത് ഇങ്ങനെ, ഇയാൾക്കൊരു സ്നേഹമില്ല, ഇയാൾക്കൊരു നല്ല വർത്താനം പറഞ്ഞുകൂടെ എൻ്റെ അടുത്ത്, എപ്പോ ദേഷ്യപ്പെട്ടിട്ട് എന്തിനാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് വരുന്നത്, കമ്പാരിസൺ, അല്ലെ, കമ്പാരിസൺ ആണ് അവർ വരുന്നത്. അപ്പൊ നമ്മളും തന്നെ ആലോചിക്കും, പക്ഷേ ഇതെന്ത് മനുഷ്യൻ, ഇവരൊക്കെ കൂടുതൽ നമ്മൾ എന്താണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ വായിന്ന് വരും. നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ഒന്ന് നോക്കി പഠിച്ചൂടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ നെടുവീർപ്പും നമ്മൾ ഇടും, എന്റെ ലൈഫ് ഇങ്ങനെയായിപ്പോയി, പോച്ചടയായിപ്പോയി, ആരെയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന്. നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഓൾ ദാറ്റ് ഇസ് ഫേക്ക്, എല്ലാം ഫേക്കാണ്. ആരുടെ ജീവിതം അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്താണ്, ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒക്കെ സംഭവമാണ്. അപ്പൊ നമ്മുടെ കമ്പാരിസൺ തുടങ്ങും. അപ്പൊ ഇതൊന്നും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല നമുക്ക് തരുന്നത് ഇതിലൂടെ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഹൗ ഡു ഐ ഫൈറ്റ് ബാക്ക്, ഇതിനെങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ നിയത്ത് നമ്മൾ ശരിയാക്കുക. അതായത് ഈ ആപ്സ് ഒക്കെ തുറക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, എന്താണ് ഞാൻ കാണുന്നതും ഞാൻ ഷെയർ ചെയ്യുന്നതും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണോ എന്ന്. ഓക്കെ, ഇനി ചില പോസ്റ്റുകൾ നമ്മളുടെ ഇമോഷൻസിനെ പ്രയാസപ്പെടുത്തുന്നതാണെങ്കിൽ എന്താണ്, അതിനെ അൺഫോളോ ചെയ്യും. എന്തിനാണ് അതിന്റെ പിറകെ നമ്മൾ തൂങ്ങിക്കിടക്കുന്നത്, അതിനെ അൺഫോളോ. അതാണ്. ഇനി ആ വ്യക്തി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും തന്നെ എന്താണ്, അൺഫോളോ ചെയ്താലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഓരോ കുറച്ചകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. അതാണ്. പിന്നീട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ടൈം ലിമിറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു 30 മിനിറ്റ്സ്, ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈം ലിമിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 30 മിനിറ്റ്സ് ഒക്കെ ക്രോസ് ആവും, നമ്മൾ അങ്ങനെയാണ്. പക്ഷെ കീപ്പ് ടൈമർ. അപ്പൊ അതിങ്ങനെ ബസ് ചെയ്യുമ്പോൾ അതെങ്ങനെയെങ്കിലും കുറച്ച് നമ്മളെ കൈമിൽ നിന്ന് മാറ്റിയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അതാണ് അൺഫോളോ ആൻഡ് പ്രൊട്ടക്ട് യുവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് വിത്ത് പേർപ്പസ്, അതായത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാം, ദാവക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ സെൽഫി എടുത്തിട്ടും നമ്മൾ എന്താണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അല്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, റിമെമ്പർ ഹൂം യു വാണ്ട് ടു പ്ലീസ്. നമ്മൾ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ നോക്കുക. അതായത് വൈഫൈയുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മളെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓരോ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും എന്താണ്, അതിന്റെ പിന്നിൽ ഇന്റൻഷൻ അറിയുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിക്കുന്നവരെ, അവനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് നീങ്ങൂല ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, എങ്ങനെ, അൺടിൽ ദേ ആർ ആസ്ക്ഡ് അബൌട്ട് ദിയർ ടൈം ആൻഡ് ഹൗ ദേ ഹാവ് സ്പെൻഡ് ഇറ്റ്. എന്ത് ചെയ്തു നീ നിന്റെ സമയം, എങ്ങനെയാണ് നീ അത് ചിലവഴിച്ചത് എന്ന് ചോദിക്കാതെ ആരുടെയും കാലുകൾ മുന്നോട്ട് പോകൂല എന്നാണ് പറയുന്നത്. ഇനി ഒരു മുസ്ലിമയുടെ സ്ക്രീൻ ചെക്ക് ലിസ്റ്റ് എന്താണ്, അതായത് ബിഫോർ പോസ്റ്റിംഗ് ആൻഡ് വാച്ചിങ് നമ്മൾ എന്ത് ചെയ്യണം, എന്റെ പ്രവൃത്തി, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, എന്റെ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇത് എന്റെ ഈമാൻ വർദ്ധിപ്പിക്കുമോ, ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എന്റെ ഈമാനിനെ ബൂസ്റ്റ് ചെയ്യുന്ന സംഗതിയാണോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാലഘട്ടത്തിലുണ്ട്, അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട്, വുഡ് ഹി ലൈക്ക് ഇറ്റ്, അദ്ദേഹത്തിന് ഇത് ഇഷ്ടാവോ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന സംഗതികൾ. നമ്മൾ എന്തിനാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്, ഷോ ഓഫ് ചെയ്യാനാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റിവാർഡ് തേടാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ആലോചിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് സെഷൻസിൽ നിന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് എന്താണ് ഓൺ ദി സർഫേസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി സുബ്ഹാനല്ലാഹ്, ഞാനൊരു ആയയാണ്. നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരു ആയയാണ് എന്നുള്ളത്. ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ നിരവധി തെളിവുകളുണ്ട്.
വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ തന്നെയുമുണ്ട് എന്നിട്ടും, നിങ്ങളിൽ തന്നെയുമുണ്ട് എന്നിട്ടും നിങ്ങൾ അതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലെന്നോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ അസ്തിത്വം, ഹൃദയം, നമ്മുടെ തീരുമാനങ്ങൾ, ജീവിതം മുഴുവനും അതെല്ലാം അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. ഓൾ ആർ സൈൻസ് ഓഫ് അള്ളാഹ്. എന്താണ്, നമ്മൾ അവന്റെ സൃഷ്ടി മാത്രമല്ല, നമ്മൾ അവന്റെ സാക്ഷി കൂടിയാണ്, ഒരു സന്ദേശമാണ്, ഒരു ആയത്താണ് നമ്മൾ. ഓരോ പ്രാവശ്യം ഞാൻ ഹയയെ അറ്റൻഷന് വേണ്ടിയിട്ട്, അതായത് അറ്റൻഷന് പകരമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒരു ആയത്താണ്. അള്ളാഹുവിന് വേണ്ടി ഹറാമിനോട്, അതായത് അള്ളാഹുവിന് വേണ്ടി ഹറാമിനോട് നോ എന്ന് പറയുമ്പോൾ ഞാനൊരു ആയത്താണ്. ദൃഷ്ടികൾ താഴ്ത്തുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ് ഞാനൊരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ശരിക്കും എന്താണ് ഖുർആനിൽ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മൾ, ഖുർആനിൽ ഓരോ സ്വഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ആയത്തിലൂടെ നമുക്ക് ഓരോ സംഗതികൾ, ഓരോ കാറ്റഗറീസ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊക്കെ അതിൽ പെട്ട തന്നെയാണ്. പക്ഷെ ഏത് ആയത്താണ് ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും എന്താണ് ചിന്തിക്കേണ്ടതാണ്. ഇനി എന്താണ്, ഒരു വിശ്വാസിനിയെ അവളുടെ ഹിജാബിൽ കാണുമ്പോൾ അവൾ വെറും ഒരു ഹിജാബി ഗേളല്ല, അവൾ ഒരു ഖുർആനിലെ ആയത്താണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതെങ്ങനെ പറ്റും? നമ്മൾ സൂക്ഷ്മത പുലർത്തിയാൽ. അതാണ്. ഇനി നമ്മൾ ആരെയാണ് റോൾ മോഡൽസ് ആക്കേണ്ടത്? എല്ലാത്തിനും നമുക്ക് റോൾ മോഡൽസ് വേണമല്ലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവിടെ ഇൻഫ്ലുവൻസസിന്റെ വഴിയൊക്കെ പോകുന്നതിന് പകരം ആരെയാണ് നമ്മൾ ശരിക്കും എന്താണ് റോൾ മോഡൽസ് ആക്കേണ്ടത്? മറിയം അലൈഹി ഇസ്ലാം, ഖദീജ റളിയല്ലാഹു അൻഹ, ഇവരെയാണ്. മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്? വജഅൽന ഇബ്ന മറിയമ വ ഉമ്മുഹു ആയ, മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കി എന്നാണ്. മറിയം അലൈഹി ഇസ്ലാം ആരായിരുന്നു? ചാരിത്രവതിയായിരുന്നു അവര്. അത് മാത്രമല്ല, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ ഒരു ആയത്തും കൂടിയാണ് എന്നാണ്. അതായത് മറിയം അലൈഹി ഇസ്ലാമിന്റെ ഹയ എന്താണ്, അവരുടെ ഈമാൻ ഒക്കെ ആയത്താണ്. ഇറ്റ് ഇസ് എൻ ആയ ഓഫ് ദി ഖുർആൻ. അതാണ്. അവര് ഒറ്റക്കായിരുന്നു. അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ. ആ സ്റ്റോറി എന്താണെന്ന് മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് എവ്രിബഡി നോസ് അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെ സംഗതികളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് നമുക്ക് അറിയാം. ആ എല്ലാ സംഗതിയിലും അവരെന്താണ് അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയാണ്. സോ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപേക്ഷിച്ചില്ല എന്നാണ്. അവര് കുറ്റം ചുമത്തപ്പെട്ടവളായിരുന്നു എല്ലാവരും. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കൽ എന്ന് പറയുമ്പോൾ ഒരു പിതാവില്ലാതെ നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ഇന്ന് ഭയങ്കര മോഡേൺ ആയാൽ പോലും എന്താണ്, മോഡേൺ ആയാൽ പോലും ആളുകൾ ചോദിക്കും. ഓഫ്കോഴ്സ് അപ്പൊ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും അവരെന്താണ് അള്ളാഹുവിനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ട് അവര് തകർന്നു പോയിട്ടില്ല എന്നാണ്. ഓക്കെ, അവരുടെ മൗനമായിരുന്നു അവരുടെ സ്ട്രെങ്ത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അക്കാലത്തെ സ്ത്രീകളിൽ അവരെ എന്താണ് ശ്രേഷ്ഠമുള്ളവരാക്കി മാറ്റി എന്നാണ്. അപ്പൊ എന്താണ്, ഓരോ സ്ത്രീക്കും എന്താണ് അവര് റോൾ മോഡലാണ് മറിയം അലൈഹി ഇസ്ലാം. എന്തിനും മേലെ അവർ എന്താണ് അള്ളാഹുവിനായിരുന്നു തെരഞ്ഞെടുത്തത്. നെക്സ്റ്റ് ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. അവര് എന്താണ്, ഇത് ആയ ഓഫ് ലോയൽറ്റി ആണ്, സ്ട്രെങ്ത് ആണ്, സപ്പോർട്ടാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചവരാണ്. അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ഭാര്യയായിരുന്നു അവര് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്താണ് സലാം ചൊല്ലിയിട്ടുണ്ട് ത്രൂ ജിബ്രീൽ അലൈഹി ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു പദവി ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് പടച്ചവൻ ഒരു സലാം ചൊല്ലുക എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും സുബ്ഹാനല്ലാഹ് നമ്മളുടെ ഒരു, അതാ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ സലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ പോലെ തന്നെ എന്താണ് നമുക്കും ഒരു ആയത്താവാം. എങ്ങനെ നമുക്ക് ആയത്താവാം? അതേപോലെ മറിയം അലൈഹി ഇസ്ലാമിനെ പോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ആയത്താവാം. അവരുടെ ഹയ നമ്മൾ ഹിജാബാക്കിയ. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ എന്താണ് ഭർത്താവിന്റെ എല്ലാ നല്ല കാര്യത്തിലും സപ്പോർട്ടായിട്ട് നിന്നാൽ, എല്ലാത്തിന്റെയും മേലെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തെരഞ്ഞെടുത്താൽ എന്താണ് നമുക്ക് ഒരു ആയത്താവാം എന്നാണ്. അതായത് കടുത്ത പ്രതിസന്ധിയെ ഈമാനിനെ മുറുകെ പിടിച്ചാൽ എന്താണ് നമ്മളും ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സൂറ ബഖറയിലുള്ള ഒരു ആയത്തിന്റെ സിബ്ഗത്തല്ലാഹി വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ. എന്താണത് പറയുന്നത്? അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക. അള്ളാഹുവിന്റെ വർണ്ണത്തെക്കാൾ വിശിഷ്ടമായ ആരുടെ വർണ്ണമുണ്ട്, അവനെയാണ് ഞങ്ങൾ വഴിപ്പെടുത്തുന്നത് എന്ന്. സിബ്ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളർ, ഡൈ അല്ലേ? ആ ഡൈയില് എന്ത് നമ്മൾ ഏത് വസ്ത്രവും ആ ഡൈയിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഡൈന്റെ കളറാണ് നമ്മൾ സ്വീകരിക്കുക അല്ലെ?
അതേപോലെ എന്താണ് അള്ളാഹു പറയുന്നത്? അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഓരോ സംഗതികളെയും നമ്മൾ അത് ഏറ്റെടുത്താൽ ആസ് എ ഡൈ നമ്മൾ അതിൽ മുങ്ങുക. അപ്പൊ നമ്മളുടെ ഇരുത്തം, നൃത്തം, നോട്ടം, മാനേഴ്സ്, നമ്മളുടെ പ്രവൃത്തി ഒക്കെ എന്താണ്? അള്ളാഹുവിന്റെ വർണ്ണത്തിലായിരിക്കും എന്നാണ്. ഓക്കെ, അതായത് വസ്ത്രം ഡൈ സ്വീകരിച്ചതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇരുത്തത്തിലും സ്വഭാവത്തിലും ഒക്കെ അത് പ്രതിഫലിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ഹിജാബ് അഭിമാനത്തോടെ നമ്മൾ ധരിക്കുമ്പോൾ, ഹറാമിനോട് നമ്മൾ നോ പറയുമ്പോൾ, നമ്മളെ നോക്കി അവൾ ഡിഫറെന്റ് ആണ് ഇൻ ദ ബെസ്റ്റ് വേ എന്ന് പറയുമ്പോൾ, റിമെമ്പർ നമ്മൾ അള്ളാഹുവിന്റെ നിറം സ്വീകരിച്ചു എന്ന്. ഇനി എന്താണ് ഹു ആം ഐ? ആരാണ് നമ്മൾ? ഇതുവരെ നമ്മൾ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ്? ഞാനൊരു വിശ്വാസിയാണ്, ഒരു മുസ്ലിമയാണ്, ഈ ഉമ്മത്തിന്റെ മകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തി തൗഹീദിൽ ജീവിക്കുന്നവളാണ്. അൺഅപ്പോളജറ്റിക്കലി, പ്രൗഡ്ലി, ഗ്രേറ്റ്ഫുള്ളി ഐ എം എ മുസ്ലിമ. അതാണ്, ഒരു മടിയും കൂടാതെ അഭിമാനത്തോടെ നന്ദിയോടെ പറയണം. എന്താണ് പറയേണ്ടത്? ഞാനൊരു മുസ്ലിമയാണ്. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.